നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. അബൂ താലിബിൻ്റെ അടുക്കലാണ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുകൂടുന്നത്. അതിനിടയ്ക്ക് ഒരു മാറ്ററുള്ളായ കുറേ സംഭവങ്ങൾ കുറേ പേജിലുണ്ട്. അത് ലാസ്റ്റ് പറയാൻ അൽഹാസിൽ ഒരു പാരഗ്രാഫിലേക്ക് ചുരുക്കാൻ കഴിയും. അതിപ്പം നമുക്കാവശ്യമില്ലല്ല. അതായത് ഉസൂലിൻ്റെ ഉലമാക്കളുടെ ഇടയിലും ഫുറുവിൻ്റെ ഉലമാക്കിൻ്റെ ഇടയിലും മദ്ഹബിൻ്റെ ഇമാമിങ്ങളുടെ ഇടയിലും അബൂ താലിബ് എന്തായിരുന്നു എന്നൊരു ചർച്ച നടക്കുന്നു. അത് അഖീദൻ്റെ ഉസൂല് വെച്ചുകൊണ്ട് ഒറ്റ പാരഗ്രാഫിലേക്ക് ചുരുക്കാൻ പിടിക്കാം. എത്ര പേജ് ഇതാ ഇത്രയുള്ളൂ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നു. വമിനൽ ഇർഹാസാത്തില്ലത്തി ലഹറത്ത് അലാ യദൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ സഗീർ. തങ്ങൾ കുട്ടിയായ കാലത്ത് തങ്ങൾ മുഖേന വെളിപ്പെട്ട ഒരേ അത്ഭുതകരമായ കാര്യങ്ങളുണ്ട്. എന്താക്കും ഇർഹാസാത്ത് എന്ന് പറഞ്ഞാലും മുഅ്ജിസാത്ത് എന്ന് പറഞ്ഞാലും സംഗതി ഒന്നാണ്. പക്ഷെ എന്താണ്, നബിയാണെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പാണെങ്കിൽ ഇർഹാസാത്ത് എന്ന് പറയും, പ്രഖ്യാപിക്കപ്പെട്ടാണ് മുഅ്ജിസാത്ത് എന്ന് പറയും. വഫാത്തിന് ശേഷം വന്നതിന് എന്താ പറയേണ്ടതെന്ന് ഒരു ഇമാമിങ്ങളുടെ ഖിലാഫുണ്ട്. വഫാത്തിന് ശേഷം റൗള ഷരീഫിൽ അന്നും ഇന്നും ആയിരക്കണക്കിന് കൊല്ലമായിട്ട് പ്രകടമാകുന്ന ഓരോന്നില്ല ഔലിയാക്കളെ ഖബറിൽ നിന്നും കാണുന്നുണ്ടല്ലോ. ഇത് മുഅ്ജിസാത്ത് എന്നാണോ പറയേണ്ടത്, ഇർഹാസ് എന്നാണോ പറയേണ്ടത്, എന്ത് പേര് പറഞ്ഞാലും ശരി, ആ അത്ഭുതങ്ങൾ എന്താക്കില്ല, വഫാത്ത് കൊണ്ട് മുറിയൂല. നമുക്കിത് പറയാം. തങ്ങൾ കുട്ടിയായ കാലം ഇന്നഹു കാന മഅ അമ്മിഹി അബീ ത്വാലിബിൻ ബിദിൽ മജാസ്. ദിൽ മജാസ് എന്ന സ്ഥലത്തായിരുന്നു അബൂ താലിബിൻ്റെ കൂടെ. ഏതാ ദിൽ മജാസ്? മോദിൻ എല്ലാ ഫർസയും പിന്നെ അറഫ, അറഫയിൽ നിന്ന് ഒരു ഫർസഖ് ദൂരത്താണ് ദിൽ മജാസ്. കാന സൂഖല്ലിൽ ജാഹിലിയ, ജാഹിലിയ കാലത്ത് വലിയൊരു അങ്ങാടിയാണ് അവിടെ. പലസ്ഥലത്തും സാധനം കൊണ്ടാട്ട് ചന്ത, വലിയ വലിയ പീടികകളും കടകളും ഒന്നും അക്കാലത്ത് ഉണ്ടാവില്ല. ഇപ്പം തന്നെ വലിയൊരു ചന്ത, അങ്ങാടിപ്പുറം ചന്ത എന്ന് പറഞ്ഞിട്ട് കന്നുകാലികളെ ചന്ത ഉണ്ടാകും, ചട്ടിയും കൊടുക്കുന്ന ചന്ത ഉണ്ടാകും. ഇനി ഒരു ഔലാൻ്റെ ഉറൂസ് ഉണ്ടെങ്കിൽ അവിടെ അന്നെല്ലാം ചാതി ചട്ടിയും കൊടുക്കും വരും, കരിമ്പൻ ജ്യൂസ് വരും, പിന്നെന്താന്ന് മറ്റേ ബണ്ടിക വരും, കറുത്തലുവ വരും, വെളുത്ത പൊരി വരും, വളം കൊണ്ടുവരും. കാന സൂഖലിജാലിയ ഫഅതശ അമ്മുഹു അബൂ താലിബ്. അബൂ താലിബിന് കഠിനമായ ദാഹം ബാധിച്ചു. ഫശക ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളോട് ഈ അപരാധി പറഞ്ഞു, അങ്ങനെ വല്ലാതെ ദാഹിക്കുന്നു. വക്കാല പറഞ്ഞെന്താ, യബ്ന അഖീ ഖദ് അത്തിഷ്തു, എൻ്റെ അനുജൻ്റെ മോനെ എന്നെ വല്ലാതെ ദാഹിക്കുന്നുണ്ട്, വെള്ളം കൊടുക്കണ്ടേ. ഫഹുവ ബിഅഖബിഹി ഇലൽ അർദി, ഭൂമിയിലേക്ക് തങ്ങളെന്താക്കിയതിൻ്റെ മടമ്പ് കൊണ്ട് ഒരു കുത്ത്. അപ്പോൾ ഈ റിവാദില്ല സഖറത്തിൻ, ഒരു പാറക്ക നെടിച്ചത് കീഴുണ്ട്. ഫറക്കബഹാബിന് വക്കാല ഷൈൻ, എന്തോ വായി കൊണ്ട് പറഞ്ഞിട്ടുമുണ്ട്. കാല അബൂ താലിബ് പറയുന്നു, ഫൈദാ നബിൽ മായി ലം നറ മിസ്ലഹു, അതിന് തുല്യമായ വെള്ളം കണ്ടിട്ടില്ല, അക്കോലത്തിലുള്ള വെള്ളം ഉറവായിട്ടിങ്ങ് വന്നു. ഫക്കാല ഇഷ്റബ്, മുതബ കുടിച്ചോ? ഫശരിബതു, ഞാൻ കുടിച്ച് ഹത്താ റബീതു, എൻ്റെ ദാഹമെല്ലാം ശമിച്ചു. ഫറക്കബഹ, വീണ്ടും ഒരു ചെവിട്ട് കൊടുത്തപ്പോൾ ഫഅദത് കമാ കാനത്ത്, പണ്ടത്തെ കോലത്തിലേക്ക് മടങ്ങി. ഒരു സംഭവേ വസാഫറ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ യമനി വഉംറുഹു 12 സന. തങ്ങൾക്ക് ഏതാണ്ട് 10 വയസ്സ് എന്ന് 10 ചില്ലറ എന്ന് പറയും. വകാന മഅഹു ഫീ ദാലിക സഫരി അമ്മുഹു സബീർ, കൂട്ടത്തിൽ ആരുണ്ട്? അമ്മ സബീറും ഉണ്ടായി. അബൂ താലിബ് മറ്റൊരു അമ്മ, സബീർ മൂത്താള്. ഫമറൂ ബിവാദിൻ ഫീഹി ഫഅലുൻ മിനൽ ലിബിൽ, അങ്ങനെ ഒരു വാദിയിൽ കൂടി നടക്കുമ്പോൾ ബാലിക, ഒരു പടുകൂറ്റൻ ഒട്ടകം അവിടെ വെടി തടഞ്ഞ്. ജംനഉ മഞ്ഞിട്ടാസ്, വൈബക്കന്മാർ തടഞ്ഞു കളഞ്ഞു. എന്നിട്ടോ ഫലമ്മ റആഹുൽ ഫഹലു, ആ കൂറ്റനുണ്ടല്ലോ അത് തങ്ങളെ കണ്ടപ്പോൾ ബരിക്ക വഹക്കൽ അർള ബി സ്വദരിഹി, അതങ്ങോട്ട് മുട്ടുകുത്തിയിട്ട് അതിൻ്റെ ഇതിങ്ങനെ വരസുന്നു.
ഫനസല സല്ലല്ലാഹു അലൈഹി വസല്ലം ബഈദിഹി തങ്ങളെന്താക്കി ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് വറക്കിബ ദാലിക്കൽ ഫഹൽ ആ ഫഹലിലേക്ക് മാറിക്കയറി. വഴി തടഞ്ഞ ഫഹലുണ്ടല്ലോ അതിലേക്ക് മാറി. ഹത്താ ജാവസൽ വാദിയ അങ്ങനെ വാദി വിട്ട് കിടക്കുന്നത് അതിൻ്റെ പുറത്തുകൂടിയിട്ട് ഫഹലുകൾ വരും. ജനങ്ങൾക്ക് വഴി നടത്താൻ കഴിയാത്ത ഈ സാധനത്തിന് എന്താക്കി മെരിക്കുന്നതായി മാറി. സ്വന്തം പിന്നെ പോയി വന്നു കഴിവച്ചു. فلما رجعوا من سفرهم مروا بواد مملوء ماء يتدفقون. ഇനി മടങ്ങി വരുന്ന അവസരത്തിൽ ഒരു വാതിയിൽ കൂടി വരുമ്പോൾ അവിടെ നല്ല വെള്ളം നിറഞ്ഞിരിക്കുന്നു. അടക്കം പ്രയാസമല്ലേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഇത്തബിഊനി എല്ലാവരും എൻ്റെ പിന്നാലെ നടന്നോ. സുമ്മക തഹമഹു ഫത്തബഅഹു തങ്ങളെന്താക്കി വെള്ളത്തിലേക്ക് ഇറങ്ങി അങ്ങോട്ട് പോയി. കൂട്ടത്തിൽ ജനങ്ങളും ആ വെള്ളത്തിനെന്താക്കി അള്ളാഹു അവിടെ എത്തിച്ചു കൊടുത്തതാണ്. മൂസാ അലൈഹിസ്സലാം ചെങ്കടൽ വിട്ട് കിടന്നില്ലേ, നൈൽ നദിയല്ലേ. ഫലമ്മാ വസലൂ ഇലാ മക്ക അങ്ങനെ മക്കയിലെത്തിയപ്പോൾ തഹദ്ദസൂ ബിദാലിക അവിടെ സംസാര വിഷയമായി ഇങ്ങനെ വെള്ളം താണ്ടി കിടന്നിട്ടുണ്ട്. ഫഖാലന്നാസ് അപ്പോൾ ജനങ്ങൾ പറയാൻ തുടങ്ങി ഇന്ന ലിഹാദൽ ഗുലാമി ശഅന ഈ കുട്ടി സാധാരണ കുട്ടിയല്ല, വല്ലാത്ത അത്ഭുത പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആളാന്ന് പറഞ്ഞു. വഫി സീറത്തിൽ ഹിശാമിയ അന്ന റജുലൻ മിൻ ലഹബിൻ കാന ഖായിഫൻ ലഹബ് ഗോത്രക്കാരിൽപ്പെട്ട ഒരാൾ ഈ ലക്ഷണം പറയുന്ന ആളാണ്. ഖായിഫ് എന്ന് പറഞ്ഞാൽ ഈ ഫോറൻസിക് ഈ കാലിൻ്റെ അടയാളം വെച്ച് ഇങ്ങനെ പലത് കണ്ടുപിടിക്കുന്നില്ലേ, കള്ളന്മാരെ പിടിക്കുന്നില്ലേ. വക്കാന ഇതാ കദിമ മക്കത്ത് അത്താഹു റിജാലു ഖുറൈശിൻ ബി ഗിൽമാനിഹി അദ്ദേഹം മക്കയിൽ വന്നാൽ ജനങ്ങളെല്ലാം അടന്നൊക്കെ കുട്ടികളെയും കൂട്ടിയിട്ട് വരും. ഈ കുട്ടീനെ എന്തെങ്കിലും പറയാൻ പഠിച്ചു. യൻദുറു ഇലൈഹിം വയഖ്താഫു ലഹും അങ്ങനെ നോക്കിയിട്ട് ആ കുട്ടിക്ക് പെടുന്ന ലക്ഷണങ്ങളൊക്കെ പറയും. ഫീഹി ഫഅത അബൂ താലിബിൻ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടിയിട്ട് അബൂ താലിബ് വന്നു. വഹുവ ഗുലാം തങ്ങൾ ചെറിയ കുട്ടിയല്ലേ. പല ആൾ വെറിയുണ്ട്. ഫനദറ ഇലൈഹി അതങ്ങനെ തങ്ങളെ കൊണ്ട് നോക്കിയിട്ട് സുമ്മ ശകല അന്നു പിന്നെ ഒന്നും മിണ്ടുന്നില്ല, വേറെന്തല്ലോ പണിക്കുന്നു. ഫലമ്മ ഫലക എല്ലാം കഴിഞ്ഞതിന് ശേഷം കാല അലയ്യ ബിൽ ഗുലാം ആ കുട്ടിനെ കൂട്ടിയിട്ട് വന്നു. വജഅല യഖൂലു വൈലക്കും റുദ്ദു അലയ്യൽ ഗുലാം അല്ലദീ റഅയ്തു ആനിഫൻ ഞാൻ അല്പം മുമ്പ് നോക്കിയ കുട്ടിയില്ലേ ആ കുട്ടിനെ ഒന്ന് കൂട്ടിക്കൊണ്ടുവന്നു. ഫവല്ലാഹി ലയകൂനന്ന ലഹു ശഅൻ അല്ലാഹനെ തന്നെയാണ് സത്യം അദ്ദേഹത്തിന് വലിയൊരു അവസ്ഥ ഉണ്ടാകാൻ പോകുന്നുണ്ട്. ഫലമ്മാ റഅ അബൂ താലിബിൻ ഹിർസഹു അലൈഹി അബൂ താലിബിന് ദുസ്സംശയം തോന്നി. എന്തിനാ നിങ്ങൾ കൂട്ടി വരുന്നതിനെ ഉപദ്രവിക്കാനാണോ? അങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്താക്കി ഗയ്യബഹു അൻഹു അബൂ താലിബിനെ ഒളിപ്പിച്ച് വെച്ചാണ്. വൻതലക ബിഹി അങ്ങനെ കുഞ്ഞിനെയും കൂട്ടിയിട്ട് മടങ്ങി. വലമ്മ ബലഗ 12 സന തങ്ങൾക്ക് 12 വർഷം പ്രായമായപ്പോൾ വക്കീൽ 9 ഒരു കീലയുണ്ട്. സാഫറ അമ്മുഹു അബൂ താലിബിൻ ഇല ഷാം അബൂ താലിബ് ഷാമിലേക്ക് പോവുകയാണ് കച്ചവടത്തിന്. ഷാമിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ സബ്ബ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തായി എന്നറിയോ ഞാൻ കൂടെ വരുന്നതെന്ന് പറഞ്ഞിട്ട് വല്ലാത്ത ആഗ്രഹ പ്രകടനം ഉണ്ടായി. പിന്നെ സബാബ അത് സബ്ബ എന്നുള്ളത് പിടിച്ചക്കൽ അതിൻ്റെ മസ്തർ പറഞ്ഞതേയുള്ളൂ. കസറത്തു ഷൗക്കി എന്നുവെച്ചാൽ മുസാഫാൻ്റെ കൂടെ പോകണം എന്നുള്ള താല്പര്യം ഞാനും വരുന്നത് പറയുന്നില്ല. വഫീ റിവായത്തിൻ ഫളബത ബില്ലാദി വൽ ബാഇ ലബ്ബ എന്നുണ്ട്. ഐ ലസിമഹു എന്ന് പറഞ്ഞാൽ ഞാൻ മുസാഫ ഞാൻ പോകാൻ വിടൂല എന്നെ കൂട്ടാണ്ട് വിടൂല എന്ന് പറഞ്ഞിട്ട് പിടികൂടി. എന്നിട്ട് ഒവ കബല അലേഹിയാണ് പിടിച്ചു നിർത്തി. എന്നിട്ട് ചോദിക്കുന്നത് മസക്ക ബിസിമാമിനാക്കത്ത് അബീ താലിബിൻ്റെ ആ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാനുണ്ടല്ലോ അത് പൊടിച്ചിട്ട് യാ അമ്മി ഇലാമൻ തക്കിലുനി എന്നെ ആര് കേൾപ്പിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നു? എൻ്റെ സംരക്ഷകനായ രക്ഷിതാവല്ല നിങ്ങളിങ്ങനെ പോയാൽ ഞാൻ ആരുണ്ട്? ലാ അബരി വല ഉമ്മ എനിക്ക് ഉപ്പയുമില്ല ഉമ്മയുമില്ല നിങ്ങളാ ഉള്ളത്. അങ്ങനെ ഫഅഖദഹു മഅഹു കൂടെ കൂട്ടി വഅർദഫഹു ഖൽഫഹു ഒട്ടകത്തിൻ്റെ പിന്നിൽ ഇരിക്കലുണ്ടല്ല ഇരുത്തി. ഫനസലു അലാ സാഹിബി ദീരിൻ ഈ
ക്രിസ്ത്യാനികളും മറ്റവരെല്ലാം ഇബാദത്ത് എടുത്തിട്ട് കൂടുന്ന ചെറിയ ചാപ്പ കെട്ടിയിട്ട് എന്താക്കുമോ ഒരു വേറെ ഇബാദത്തെല്ലാം നടത്താൻ വേണ്ടിയിട്ടില്ലേ അതിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഫക്കാല സാഹിബിദ്ദീർ ചോദിച്ചു, മാ ഹാദൽ ഗുലാമ മിൻക, ഈ കുട്ടി നിങ്ങൾ ആരാന്ന്? കാല ഇബിനി, എൻ്റെ മോനാന്ന് പറഞ്ഞു. കാല മാഹു അബിബിനിക്ക്, നിങ്ങളെ മോനാവൂലെന്ന്, നിങ്ങളെ മോനല്ല, നിങ്ങൾക്ക് മോനാവാൻ തരമില്ല എന്ന്. വമാ യംബഗി അൻ യകൂന ലഹു അബുൻ ഹയ്യുൻ, ജീവിച്ചിരിക്കുന്ന ഒരു ഉപ്പ ഇന്നുണ്ടാവാൻ തരമില്ല എന്ന് അയാൾ തീർത്തു പറയും. എന്തുകൊണ്ട്? ലിഅന്ന മൻ കാനത ഹാദിഹി സിഫത്തു സിഫത്തുഹു ഫഹുവ നബിയ്യുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാണുന്ന സിഫത്തെല്ലാം ഒത്തുകൂടിയ ആള് നബി അല്ലാതെ വേറെ ആരും ആവൂല എന്ന് പറഞ്ഞു. ഒരു നബിയാകാനേ നിർത്തില്ല. അപ്പം നബിയാകാൻ ഇപ്പം 12 വയസ്സിന് നബിയായ അതിനർത്ഥം അൻ നബിയുൽ മുൻതളർ, ഒരു നബി വരാനുണ്ട്, ആ പ്രതീക്ഷിച്ച് കാത്തിരിക്കപ്പെടുന്ന നബി, ആ നബി ഇദ്ദേഹം ആവാനേ തരമുള്ളൂ എന്നായിരുന്നു പറഞ്ഞു. എന്ത് ബിദലീൽ കോലി ശേഷം പറയുന്നുണ്ട്, അതിൻ്റെ തെളിവെന്താന്ന്? ഒമിൻ അലാമാത്തി ദാലിക്കൻ നബിയ്യി ഫിൽ കുതുബിൽ ഖദീമ, മുൻകഴിഞ്ഞു പോയ കിതാബുണ്ടല്ലോ തൗറാത്ത് ഇൻജീലിൽ, ഈ അതിൻ്റെ അലാമത്ത് അൻ യമൂത അബൂഹു വ ഉമ്മുഹു ഹാമിലും ബിഹി, ഉമ്മ ഗർഭിണിയായ അവസരത്തിൽ തന്നെ ഉപ്പ നേരത്തെ മരിച്ചു പോകുമെന്ന് കിതാബിലുണ്ട് എന്ന്. അതുകൊണ്ട് നിങ്ങൾ മോനാവൂല എന്ന് പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ റജബിൽ കല്യാണം കഴിഞ്ഞ് ഷഹബാൻ കഴിഞ്ഞ് റമളാനിലായി അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു വഫാത്തായി. 2 മാസം ഗർഭിണിയാണ്. വാൻ തമൂത്ത ഉമ്മുഹു വഹുവ സഗീറുൻ, അങ്ങനെ കുട്ടിയായ അവസ്ഥ തന്നെ ഉമ്മയും മരിക്കുമെന്ന് പഴയ കിതാബിലുണ്ട്. കാല അബൂ താലിബ് സാഹിബിദ്ദീനോട് പറഞ്ഞു, വമൻ നബി, ഈ നബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മൂപ്പർ ഖത്തർ പഠിച്ചിട്ടുണ്ടാവില്ല. കാല അല്ലദീ യഅതീഹിൽ ഖബറു മിനസ് സമാ വയുംബിഉ അഹ്ലൽ അർളി, വാനലോകത്തിൽ നിന്ന് അവർക്ക് പ്രത്യേകമായ വാർത്തകൾ വരും, അത് ജനങ്ങളോട് പറഞ്ഞ് അറിയിച്ചു കൊടുക്കും, അതാണ് നബിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു. കാല അബൂ താലിബ് അല്ലാഹു അജല്ലു മിമ്മാ തഖൂൽ, നിങ്ങൾ പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലാഹ് മദ്ഹീബ്. കാല, എന്നിട്ട് പറയുന്നു, ഫത്തക അലൈഹിൽ യഹൂദ്, യഹൂദികൾ എന്താക്കി ചതിക്കും, കൊല്ലും, അവർ തങ്ങളുടെ പക വെച്ച് നിൽക്കുകയാണ്, അതുകൊണ്ട് വളരെ സൂക്ഷിക്കണേ എന്ന് അവരോട് അബൂ താലിബിനോട്. സുമ്മ ഖറജ ഹത്താ നസല ബിറാഹിബിൻ, അയാൾ സാഹിബി ദീരിൻ, അങ്ങനെ അവിടുന്ന് പോയിട്ട് വേറൊരു ദീർ, ഒരു റാഹിബിൻ്റെ അടുക്കൽ കൂടി കടന്നുപോയി. ഫഖാല മാ ഹാദൽ ഗുലാമു മിൻക, നിങ്ങൾക്ക് ഈ കുട്ടി ആരാണ്? കാല ബിനി. കാല മാ ഹുവ ബിബിനിക്, നിങ്ങളുടെ മോനല്ല. വമാ യംബഗി അൻ യകൂന ലഹു അബുൻ ഹയ്യുൻ, ജീവിച്ചിരിപ്പുള്ള ഉപ്പ ഉണ്ടാവാൻ തരമേ ഇല്ല എന്ന്. കാല വലിമ, അപ്പോൾ അബൂ താലിബ് ചോദിക്കുന്നു, എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? കാല ലി അന്ന വജ്ഹഹു വജ്ഹു നബിയ്യിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കുട്ടിൻ്റെ മുഖം കണ്ടാൽ ഒരു നബിക്കുള്ള മുഖമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കോന്തന്മാർ എന്താ പറയുന്നത്? എന്നിട്ട് ഇതെല്ലാം എന്താക്കും, ഓർക്ക് നബി ഉണ്ടാ? ഇപ്പോഴത്തെ മുത്തക്കബീറിൻ്റെ ഭാര്യങ്ങൾക്ക് നബിയില്ല. വായിനുഹു ഐനു നബിയ്യൻ, കണ്ണ് കണ്ടാൽ നബിക്കുള്ള കണ്ണാണ് കേട്ടാ. ഐൻ നബിയ്യല്ലദീ യുബ്അസു ലിഹാദിഹിൽ ഉമ്മത്തിൽ അഖീറ, ഈ അവസാനത്തെ ഉമ്മത്തിന് അല്ലാഹു തആല അയച്ചു കൊടുക്കുന്ന ആ നബിയാണ്. لأن ما ذكر علامته في الكتب القديم, പഴയ കിതാബുകളിൽ പറയപ്പെട്ട അലാമത്ത് ഈ കുട്ടിയിലെല്ലാം ഉണ്ടെന്ന്. قال أبو طالب പറയുന്നു, സുബ്ഹാനല്ലാഹ് അല്ലാഹു അജല്ലു മിമ്മാ തഖൂൽ. ثم قال أبو طالب للنبي صلى الله عليه وسلم, തങ്ങളോടായി പറഞ്ഞ്, ജബിന അഖി അലാ തസ്മഉ മാ യഖൂൽ, അദ്ദേഹം പറഞ്ഞത് മോൻ കേട്ടില്ല മോനെ? ആരോട്? തങ്ങളോടായിരിക്കുന്നു. ഇതാ വലിയ പ്രായം ഉണ്ടാവും. കാല ഐ അമ്മി ലാ തുൻകിലില്ലാഹി ഖുദ്റത്തൻ, മുതപ്പ അള്ളാഹുവിൻ്റെ കുദ്റത്തൊന്നും നിഷേധിക്കപ്പെടേണ്ടതല്ല. ഫലമ്മ നസലറക്കബ് ബുസ്റ, ആ പോക്കിലെന്തായി? ബുസ്റയിലെത്തി. വബിഹ റാഹിബുൻ യുഖാലു ലഹു ബഹീറ, ബഹീറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു റാഹിബുണ്ട് അവിടെ. വസ്മുഹു ജർസീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര്. അല്ല സർജീസ് എന്നുണ്ട്. ഫീ സൗമയത്തിൽ ലഹു,
അദ്ദേഹത്തിൻ്റെ ഒരു ആരാധനാലയത്തിൽ. വക്കാന കദിൻതഹ ഇലൈഹി ഇൽമുൻ നസ്രാനിയ, നസ്രാനിയ ഇൽമുണ്ടല്ലോ, അതായത് ഇന്ത്യയിൽ കൂടി കിട്ടുന്ന ഇൽമുണ്ടല്ലോ, അത് അദ്ദേഹത്തിന് വളരെയധികം പാണ്ഡിത്യമുള്ള ആളാണ്. യതവാറസൂനഹ കാബിലൻ അൻ കാബിലൻ, അത് പാരമ്പര്യമായി ഇയാൾ പഠിച്ചു വരുന്നതാണ്, ഒരാൾ തലമുറയായിട്ട്. അൻ ഔസിയ ഈസാ അലൈഹിസ്സലാമിൻ്റെ വസിയ്യത്ത് ഏൽപ്പിക്കപ്പെട്ട വ്യക്തികളാണ് അതിൻ്റെ സനദിലുണ്ടാകുക. ഈസാ അലൈഹിസ്സലാം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കും, എന്നോട് ഈസാ അലൈഹിസ്സലാം വസിയ്യത്ത് പറഞ്ഞു എന്നുണ്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കും, അങ്ങനെ എത്തി. വക്കീല കാന ബഹീറ മിൻ അഹ്ബാറിൽ യഹൂദ്, അതല്ല യഹൂദികളെ പണ്ഡിതന്മാരിൽ പെട്ടവരാണെന്നൊരു കീലുണ്ട്. അതും പറഞ്ഞ നസ്രാനിയല്ലേ. വക്കാന കത് സമയഹു മുനാദിയൻ കബല വുജൂദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുനാദി, അദ്ദേഹം കേട്ട് ഒരാൾ വിളിച്ചു പറയും തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ്. എന്താ പറയുന്നത്? അല ഇന്ന ഖൈറ അഹ്ലിൽ അർളി സലാസത്തുൻ, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന 3 വ്യക്തികളാണ് ഏറ്റവും ഖൈറ്. 1 റബാബ് ബിനുൽ ബറാ, 2 ബഹീറ, വആഖിറുൽ ലം യഅതി, 3-ാമത്തെ ആൾ വരാനിരിക്കുന്നേ ഉള്ളൂ. 1 ബറാ ഇബ്നു അല്ല റബാബ് ഇബ്നുൽ ബറാ, 2-ാമത്തെ ആൾ ബഹീറ, ഇയാളെ പറ്റി. പിന്നെ 3-ാമത്തെ ആൾ വരാനിരിക്കുന്നുണ്ട്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കണം. വഫീ റിവായത്തിൻ വസ്സാലിസുൽ മുൻതദർ, 3-ാമത്തെ ആളമ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാനിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആ പ്രതീക്ഷിക്കപ്പെടുന്ന ആൾ. വകാനത്ത് ഖുറൈശുൻ കസീറമ്മാ തമുറു അലാ ബഹീറ, ഖുറൈശികൾ പലപ്പോഴായി ഷാമിലേക്ക് പോകാറുണ്ടല്ലോ, രംഗത്ത് ചിതായി വസ്തൈബ് എന്ന് പറഞ്ഞില്ലേ, അപ്പോഴൊന്നും ഈ ബഹീറെ സംസാരിക്കലോ ബഹീറുണ്ട് സംസാരിക്കലോ കണ്ടുമുട്ടലോ ഒന്നുമില്ല, അങ്ങനെ പോകും. ഫലാ യുകല്ലിമുഹും ഹത്താ കാന ദാലിക്കൽ ആം, ഇപ്പോൾ അബൂ താലിബിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുന്ന ഒന്നാണ് ബഹീർ ഇറങ്ങി വന്ന് സംസാരിക്കുന്നത്. അത് ഓർക്കൊരു പുതുമ അല്ലേ. സനഅ ലഹും തആമൻ കസീറ, എല്ലാവർക്കും വേണ്ടുന്ന ധാരാളം ഭക്ഷണം ഒരുക്കി. വഖദ് കാന റആ വഹു ബിസൗമഅതിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിർ റക്ബി, ആ യാത്രാ സംഘത്തിൽ ആരുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടല്ലോ. ഇയാൾ അദ്ദേഹത്തിൻ്റെ ആരാധനാലയത്തിൽ നോക്കുമ്പോൾ എന്താ ഹീനാക്കുമ്പോൾ ഗമാമത്തു തുദില്ലുഹു മിൻ ബൈനിൽ ഖൗം, ഒരു മേഘം വന്നിട്ട് തങ്ങളെ മേലിൽ ഇങ്ങനെ തണലിട്ട് കൊടുക്കുന്നത് എവിടുന്ന് കണ്ട്? സൗമയത്തിൽ നിന്ന് കണ്ട്. അങ്ങനെയാണ് ഇവരൊന്ന് സൽക്കരിക്കണം, ഇവർക്ക് ഭക്ഷണം ഒരുക്കി വെച്ചത്. സുമ്മലമ്മ നസലു ഫീ ദില്ലി ഷജറത്തിൻ നദറൽ ഗമാമ ഖദ് അദല്ലത്തി ഷജറ, അങ്ങനെ എല്ലാവരും ഇറങ്ങി, എല്ലാവരും ഓരോ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമല്ലോ. അപ്പോൾ ആ മേഘത്തിനെ കാണുന്നത് ഈ ഷജറത്തിൻ്റെ മുകളിലാണ്. വമാലത്ത് അവസാനു ഷജറത്തി അല റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഈ മരത്തിൻ്റെ കൊമ്പുകളും ചില്ലകളും ഇങ്ങനെ ചാഞ്ഞിട്ട് തണൽ കൊടുക്കുന്നതാണ്. വഖദ് കാന വജദഹും സബഖൂഹു ഇലാ ഫൈഇ ഷജറ, തങ്ങളെത്തുന്നതിന് മുമ്പ് തന്നെ ഓരോരുത്തരും ഓരോ മരം പിടിച്ചിരുന്നു, സീറ്റ് പിടിക്കലില്ല, തണലിട്ടാൻ. ഫലമ്മ ജലസ മാല ഫൈഉ ഷജറത്തി അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് അന്നപ്പോൾ ഈ നിഴലെന്താക്കി തങ്ങളെക്കുള്ള ചാഞ്ഞ്. ഇതാണ് സംഗതി. സുമ്മ അർസല ഇലൈഹിം, പിന്നെ ആളെ അയച്ച് എന്ത് അന്യ കത് സനഅത്തുലക്കും തആമ യാ മഅശറ ഖുറൈശ്, ഖുറൈശികളുടെ സംഘമേ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്, എല്ലാവരും എൻ്റെ വിരുന്ന് സ്വീകരിക്കണമെന്ന് ആളെ പറഞ്ഞയച്ചു. പിന്നെ വഅഹിബ്ബു അൻ തഹ്ദുറൂ കുല്ലുക്കും സഗീറുക്കും വകബീറുക്കും വഅബ്ദുക്കും വഹുറുക്കും, എല്ലാവരും വരണം, ആരും ഒഴിയാൻ പാടില്ല. കുട്ടികളായാലും ഒഴിയാൻ പാടില്ല, പ്രായമുള്ളവരും ഒഴിയാൻ പാടില്ല, ചുരുക്കത്തിൽ അബ്ദു ഒന്നും ഒഴിയാൻ പാടില്ല. ഫഖാല ലഹു റജുലുൻ മിൻഹും യാ ബഹീറ ഇന്നലക്കൽ യൗമ ലശഇന, ബഹീറ നിങ്ങൾക്ക് പണ്ടൊന്നും ഈ പതിവില്ലല്ലോ, ഭക്ഷണം ഒരുക്കുന്ന പതിവോ സൽക്കാരമൊന്നും ഇതുവരെ. ഇന്നെന്താണ് മാക്കുന്ത തസനു ഹാദാ ബിന, ഇന്നെന്താണ് പ്രത്യേക തക്കാറാണ്. വകുന്നാ നമുറു അലൈക കസീറ, ധാരാളം തവണ ഇതിൽ കൂടി നടന്നു പോയ അതല്ലേ നമ്മൾ. ഫമാ ശഅനുകൽ യൗം, ഇന്നെന്തൊരു പ്രത്യേകിച്ച്. ഫലം ഫഖാല ലഹു, ബഹീറ പറയുന്നു സദഖ്ത, നീ പറഞ്ഞ ശരിയാ. ഖദ് കാന മാ തഖൂലു, നിങ്ങൾ പറയുമ്പോൾ തന്നെ മുമ്പ്, പക്ഷെ വലാകിന്നകും ലൈഫുൻ, നിങ്ങൾ ഇന്ന് വിരുന്നുകാരാണ്. വഖദ് അഹബബ്തു അൻ നുക്രിമകും, ഞാൻ നിങ്ങൾ ആദരിക്കാനും വാസന അലക്കും തആമൻ ഫതഅകുലൂന മിൻഹു കുല്ലുക്കും,
നിങ്ങളിൽ നിന്ന് എല്ലാവരും ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ജിത്തമഉ ഇലൈഹി, എല്ലാവരും മന്തി തിന്നാൻ പോയില്ലേ. വതഖല്ലഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മിൻ ബൈനിൽ ഖൗമി, ആ കൂട്ടത്തിന് തങ്ങളങ്ങ് പിന്തി. എന്താ ലി ഹദാതത്തി സിന്നിഹി ഫി റിജാലിൽ ഖൗമി, കൗമ് വലിയ വലിയ ആളെ പോകുമ്പോൾ ഞാൻ ചെറിയൊരു കുട്ടിയല്ലേ എന്ന് വെച്ചിട്ട് മാറി നിന്ന് അങ്ങനെ തഹത ഷജറ. ഫലമ്മ നളറ ബഹീറ ഫിൽ ഖൗമി, ബഹീറ കൗമിനെ നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളില്ല. ഏതാള്? ഒരു VIP ആയി ഓർക്ക് വേണ്ടിയിട്ടാണ് തക്കാരാക്കിയത്, ഓറെ കാണാനില്ല. വലം യറ ഫീ അഹദിഹിം മിൻഹും അസ്സിഫത അല്ലതി ഹി അലാമത്തുൻ നബിയിൽ മബ്ഊസ് ആഖിർ സമാൻ, അവസാന കാലത്ത് അയക്കപ്പെടുന്ന ആ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാമത്ത് ഇരുന്ന കൂട്ടറിൽ ആരെയും കാണാനില്ല. അല്ലതി യജ്ലിഹു വലം യറൽ ഗമാമ, അതുപോലെ മേഘവും കാണാനില്ല. അല അഹദിൻ വറഅ മുതഖല്ലിഫതൻ അലാ റഅസി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ ആ തലഭാഗത്ത് തന്നെ മേഘം ഇപ്പോൾ അടിയുണ്ട് അടുത്തുണ്ട്. ഫഖാല യാ മഅശറ ഖുറൈശ് ലാ യതഖല്ലഫു അഹദും മിൻകും അൻ തആമി, എൻ്റെ ഭക്ഷണത്തിനൊത്തിട്ട് ആരും ഒഴിയരുത് എന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ആരോ ഒരു ഒഴിവുണ്ടെന്ന് പറഞ്ഞു. ഫഖാലു യാ ബഹീറ മാ തഖല്ലഫ അഹദുൻ അൻ തആമിക, ആരും ഒഴിഞ്ഞിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. യംബഗി ലഹു അൻ യഅതിക, നിങ്ങളിലേക്ക് വരാൻ പറ്റുന്ന ആരും ഒഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇല്ല ഗുലാമുൻ വഹു ഹദത്തുൽ ഖൗമി സിന്ന, ചെറിയ പ്രായമുള്ള ഒരു കുട്ടി ഒഴികെ ബാക്കി എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. അതന്നെയാ, ആ കുട്ടിനെ തന്നെ എനിക്ക് വന്നത്. ഖാല ലാ തഫ്അലൂ ഉദ്ഉഹു, ആ കുട്ടിനെ ഒഴിവാക്കാൻ പറ്റില്ല, ക്ഷണിക്ക് ഇപ്പോൾ യഹ്ദുർ ഹാദൽ ഗുലാമു മഅക്കും, ആ കുട്ടി ഇവിടെ വരട്ടെ. ഫമാ അഖബഹ അൻ തഹ്ദുറൂ വയതഖല്ലഫ റജുലുൻ വാഹിദുൻ, എല്ലാവരും വന്നിട്ട് ഒരു കുട്ടി പങ്കെടുക്കാതെ ഭക്ഷണം കിട്ടാതിരിക്കല് എന്തൊരു നാണക്കേടാന്ന് നിങ്ങൾക്കെന്താ ചിന്തിക്കുന്നില്ലേ? മാന്യ അറാഹുമിൻ അഫസിക്കും, അന്ന് മാത്രമല്ല അത് നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ല പുറത്ത് ക്ഷണിക്കപ്പെടാത്ത ആളാണെങ്കിലല്ലേ. ഫഖാലൽ ഖൗമു ഹുവ ഔസതുനാ നസബൻ, അവർ സാധാരണ അല്ല, നമ്മളെ കുടുംബത്തിൽ വലിയ പേരെടുത്ത കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഔസത്തുഹും നസബൻ വൗസലഹും ഇലൽ മജിദി സബബ എന്ന് പറഞ്ഞില്ലേ ഹരീരിയിൽ. വഹുവ ഇബ്നു അഖി ഹാദർ റജുൽ, ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മോനാണെന്ന് അബൂ താലിബിനൊക്കെയുള്ള ചൂണ്ടിയിട്ടാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മോനാണ് കുട്ടി. യാനൂൻ അബാ താലിബ് വഹു മിൻ വലദി അബ്ദുൽ മുത്തലിബ്, ഇവരാണെങ്കിലോ അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളാണ്. വമാ തഖല്ലഫ അൻ തആമിൻ ബൈനനാ സുമ്മ ഖാമ ഇലൈഹി അമ്മുൽ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബി, ഉടനെ എന്താക്കി തങ്ങളെ അമ്മ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ്, 10 മക്കളുണ്ടല്ലോ, ഹാരിസ് എന്താക്കി തങ്ങളെ കൂട്ടിയിട്ട് വഹത്തലഹു, മാറോടണച്ച് ഫജാഅ ബിഹി, കൂട്ടിയിട്ട് വന്നു. വജലസ മഅൽ ഖൗം, ഖൗമിനോടൊപ്പം ഇരിച്ചു. വഖീല അല്ലദീ ഖാമ ഇലൈഹി വജാഅ ബിഹി അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖാണ് അവിടെ കൂട്ടാൻ പോയത് എന്നൊരു കീലുണ്ട്. പക്ഷെ അത് ശരിയാവില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തങ്ങളെ കാണാൻ 2.5 വയസ്സോളം വലുതാണ് ആര്? അബൂബക്കർ. അപ്പം തങ്ങൾക്ക് 12 വയസ്സുണ്ടെന്ന് പറയുമ്പോൾ എത്ര വയസ്സുണ്ടാവും? സിദ്ദീഖ് തങ്ങൾക്ക് 10 വയസ്സുണ്ടാവും. ഈ 10 വയസ്സുള്ള കുട്ടി കൂട്ടാൻ പറ്റില്ല. അത് ചരിത്രത്തിൽ നിന്ന് അട്ടിമറിഞ്ഞ് നോക്കണ്ടേ തലയും പോലും കേട്ടോ. ലി അന്നഹു കാന മാൽക്കും ലാകിന്ന ഹാദാ മുഷ്കിൽ, ആ റിവായത്ത് നമുക്ക് ഇഷ്കാലാക്കുന്ന മിൻ ഹൈസു അന്നഹു അസ്ഗറു മിനൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെക്കാൾ പ്രായം കുറവെന്നല്ലേ. അപ്പം അത് വിചാരിക്കുമ്പോൾ ഈ റിവായത്ത് സഹിയാകാൻ നിർത്തില്ല. അത് പിന്നെ ഹദീസിനെ പറ്റി അള്ളാഹുലുള്ള അബ്ബൽ ആദത്തെ തന്നെയാണ് ശരി. വലമ്മാ സാറ ബിഹി മൻ ഇഹ്തളനഹു ലം തസലിൽ ഗമാമതു തസീറു അലാ റഅസിഹി, ആരാണോ കൂട്ടാൻ പോയത് അതിനെ മൂപ്പർ അങ്ങനെ മുത്തലക്കാക്കിയ ആ കോലുഹിക്കോൽ എന്തോട്ടെ. ആദ്യം പറഞ്ഞത് ഹാരിസൻ, ഇതരട്ടെ അവർ കൂട്ടിയിട്ട് വരുന്ന അവസരത്തിൽ ആ 2 പേരോടൊപ്പം വേഗം ഇങ്ങനെ നടക്കുന്നുണ്ട്. ഫലമ്മാ റആഹു ബഹീറ, ബഹീറ ഇത് കാണുന്നു. ജാല യൽഹദു ലഹലൻ ശദീദ, ഇതിങ്ങനെ നോക്കി തറപ്പിച്ച് നോക്കുകയാണ് ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്. ഔ യൻദുറു അശിയാ മിൻ ജസദിഹി, അല്ല തങ്ങളെ ശരീരത്തിലുള്ള ചില ലക്ഷണങ്ങൾ നോക്കുകയാണോ? തറപ്പിച്ച് നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണാത്ത ഭാഗങ്ങൾ തറപ്പിച്ച് നോക്കുന്നതാണോ? കാന യജിദുഹ ഇൻദഹു മിൻ സിഫതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ
സിഫത്തിൽ നിന്ന് ഇദ്ദേഹം നേരത്തെ കണ്ടു പഠിച്ചൊന്നുണ്ടല്ലോ തൗറാത്തിലും ഇഞ്ചീലിലൊക്കെ. ഹത്താ ഇദാ ഫറഗൽ ഖൗമു മിൻ തആമിഹിം, എല്ലാവരും ഭക്ഷണം കഴിച്ചപ്പോൾ വതഫറഖു, പിരിഞ്ഞു. വഖാമ ഇലൈഹി ബഹീറ, ബഹീർ എന്താക്കി തങ്ങളെ പ്രത്യേകം കൂട്ടി. കേട്ടോ, ഫഖാല ലഹു, മോനെ അസ്അലുക ബിഹഖില്ലാത്തി വൽ ഉസ്സ, ലാത്ത ഉസ്സനെ പിടിച്ച് സത്യം ചെയ്ത് ഞാൻ ചോദിക്കുന്നു, ഇല്ലാ മാ അഖബർതനി അമ്മ അസ്അലുക, എനിക്ക് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അതിന് കൃത്യമായ ഉത്തരം പറഞ്ഞു തരുന്നത്. അപ്പം കഞ്ഞി പോലെ പറയുമ്പോൾ ചിലർക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടല്ലോ, എന്താ ലാത്ത, എന്ത് ലാത്താടാ, എന്ത് ഉസ്സ, താങ്കളങ്ങ് വേണം ഓടിച്ചു. അതാണ് അദ്ദേഹത്തിന് വേണ്ടത്. കാരണം ലാത്തനെയും വെഞ്ചനെയും കഞ്ഞിമോലിനെയും ഭഗവാനെയും ഭദ്രകാളിനെയും ഹനുമാനൊന്നും അംഗീകരിക്കാത്ത ആളാണെന്ന് നമുക്ക് അയാൾക്ക് നേരത്തെ അറിയാം. ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ അതിനോട് അനുകൂലിച്ചെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളല്ല എന്ന് മനസ്സിലായി. നമ്മൾ പറയില്ലേ കഞ്ഞി എന്ന് പറയാൻ പൊറോട്ട എന്ന് അറിയില്ലേ, അതന്നെ. വൈന്നമാ കാലലഹു ബഹീറ, ഈ ലാത്തൻ്റെയും ഉസ്സൻ്റെയും പേര് പറഞ്ഞിട്ട് ബഹീറ പറഞ്ഞതിനാ ബിഹക്കില്ലാത്ത വല്ലുസ്സാന്ന്, ലിയന്നഹു സമിഅ ഖൗമഹു യഹ്ലിഫൂന ബിഹിമ, മക്കക്കാരായ ആളുകൾ സംസാരിക്കുമ്പോൾ ലാത്തനെയും ഉസ്സനെയും പിടിച്ചിട്ട് സംസാരിക്കില്ല. കാരണം ഇടത്തും വലത്തും അറിയാത്ത മാപ്പിളാർ തന്നെ കഞ്ഞിമൂല പഠിച്ചിട്ടുണ്ടാവും, ചോദിച്ച് പഠിക്കലോ. കാരണം പറഞ്ഞ അതിനായി ഇൽമല്ലേ. എല്ലാ ഷഹാദത്തിൻ്റെയും ശക്കാവത്തിൻ്റെയും മസ്തവും എല്ലാമായ കേന്ദ്രമല്ലേ. നിന്റെ ബലത്തേക്ക് ചെയ്യാന്ന് വെച്ചാൽ അറിയില്ല, എങ്ങോട്ടാ സ്വരൂപിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അറിയില്ല. കഞ്ഞി അതാ അവിടെണ്ടാ കഞ്ഞി, ആ തനിക്കും അറിയില്ല. ഒന്നുകൊടുക്കാൻ കഴിഞ്ഞാൽ തല ഇടുക എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇതാ തല. അപ്പം എന്ത് ഷാപ്പിലെത്തിയാൽ അറിയാം, ഈ എണ്ണ തലയിൽ തേക്കണേ. ഒന്ന് കൊടുക്കുമ്പോൾ തല ഇടുകണേ. അപ്പോൾ ഒന്ന് കൊടുക്കുമ്പോൾ തല അറിയില്ല, സ്വന്തം തല അറിയില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ഇടത്തും വലുത്തും അറിയില്ല, കഞ്ഞി അറിയാം. ഫർളൈനാന്ന് അതെങ്ങാനും നിഷേധിച്ചു പോയെങ്കിൽ നീ ഈ മാൻ കിട്ടിട്ട് ചാവ് ഇടാന്നാരോട് അറ്റക്കോയ തങ്ങളോട് തെറിപ്പുരട്ടിൽ വരണത്. നീ ഈമാൻ കിട്ടാണ്ട് ചാവും. അപ്പം ഈമാൻ്റെ കാര്യം അത് എത്രാമത്തെ കാര്യമോ 6 കാര്യം ആദ്യം എണ്ണി വാൻ തോമിന എന്നെ കൂടെ കൂട്ടിക്കോ. സമുദായം അടുത്തേക്ക് എത്തിയെന്നറിയോ. വക്കാല ഫി ഷിഫായിൽ പറയുന്നു അന്നഹു ഇഖ്തബറഹു ബിദാലിക്, ഇത് തങ്ങൾ അംഗീകരിക്കുമോ അല്ല അന്നേരം ദശം വരുമോ എന്ന് നോക്കാനാണ് പരീക്ഷണം നടത്തിയതെന്നാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസല്ലി ബില്ലാത്തി വല്ലുസ്സാ ഷയ്യ, ലാത്തനെയും ഉസ്സനെയും പറഞ്ഞിട്ട് ഒരു കാര്യം മുണ്ടാൻ പാടില്ലെന്നോ തങ്ങളോട് ബഹീറനോട്. ഫവല്ലാഹി മാ അബ്ഗദു ഷൈഅൻ ഖത്തു ബുഗ്ളഹുമാ, അത് രണ്ടിനോടും എനിക്ക് വെറുപ്പുള്ള അത്ര ഒരു സാധനത്തിനോടും വെറുപ്പില്ല. ഫഖാല ബഹീറ ബിൻ ഫബില്ല, എന്നാൽ പിന്നെ അള്ളാനെ കൂട്ടി ഞാൻ പറയാം. അപ്പോൾ തങ്ങൾക്ക് അനുകൂലമല്ല. ഇല്ല മാ ഖബർതനി അമ്മ അസ്അലുക, ചോദിക്കുന്നു. ഖാല സല്ലി അമ്മ ബദാലക, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ചോദിച്ചൊന്നു. فجعل يسأله عن أشياء من حاله من نومه وهيئته وأموره, തങ്ങളെ എല്ലാ വിഷയങ്ങളും, ഉറക്കെങ്ങനെയാണ്, നടത്തം എങ്ങനെയാണ്, വസ്ത്രധാരണം എങ്ങനെയാണ്, സകല കാര്യവും ചോദിച്ചു. നമ്മുടെ ഷമായിലുണ്ട് ഇത് മുഴുവൻ ചോദിച്ചു. ഫയുഖ്ബിറുഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരും പറഞ്ഞു കൊടുക്കും. ഫയുവാഫിഖു ദാലിക മാ ഇൻദ ബഹീറ മിൻ സിഫത്തിൻ നബിയിൽ മബ്ഊസ് ആഖിറ സമാൻ, അവസാന കാലത്ത് അയക്കപ്പെടുന്ന ആ നബിയുടെ സിഫാത്ത് നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് മുഴുവനും ഇവിടെ ഒത്തുകണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുമ്മ കശഫ അൻ ദഹ്രി, പിന്നെ പറഞ്ഞ പുറമെന്ന് കാണിച്ചായിരുന്നു. ഇവിടെ എന്തുള്ള ഖാതമുൻ നബുവ്വ. ഫറഅ ഖാതമുൻ നബുവ്വത അല സിഫത്തില്ലതി ഇൻദഹു, ഖാതമുൻ നബുവ്വത്തിൻ്റെ സിഫത്ത് എന്താണെന്ന് അദ്ദേഹം പഠിച്ച് അതുപോലെ തന്നെ എന്താക്കി കണ്ട്. ഫഖബ്ബല മോദിയൽ ഖാതം, അവിടെ ബഹീറ ചുംബിച്ച്. ഫഖാലത്ത് ഖുറൈശ്, ഇതൊക്കെ ഖുറൈശികൾ കാണുന്നു. എന്നിട്ട് പറഞ്ഞു ഇന്നലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ ഹാദർ റാഹിബിൽ ഖദ്റ, ഈ റാഹിബിൻ്റെ അടുക്കൽ മുഹമ്മദിന് വല്ലാത്ത സ്ഥാനമാനങ്ങളുണ്ടല്ലോ, നമ്മളെല്ലാം ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ചോദിക്കണമെങ്കിൽ.
ഫലമ്മ ഫറഹ എല്ലാം തീർന്നതിന് ശേഷം അക്ബല അല അമ്മിഹി അബൂ താലിബിനോട് പറഞ്ഞു, മാ ഹാദൽ ഗുലാമു മിൻക, നിങ്ങൾ കൊച്ചിൻ്റെ ആര്? കാല ഇബ്നി, മോന്. കാല മാ ഹുവ ബിബ്നി, നിങ്ങളെ മോനല്ല. വമാ യംബഗി ലിഹാദൽ ഗുലാമി അൻ യകൂന അബൂഹു ഹയ്യ, ബാപ്പ ജീവിച്ചിരിപ്പുണ്ടെന്ന് തരമേയില്ല. കാല ഫഇന്നഹു ഇബ്നു അഖി, എൻ്റെ സഹോദരൻ അബ്ദുല്ലാൻ്റെ മോനാന്ന് പറഞ്ഞു. കാല ഫമാ ഫഅല അബൂഹു, ഉപ്പന്തായി? കാല മാത വ ഉമ്മുഹു ഹബിലാബിഹി, ഉമ്മ ഗർഭിണിയായ അവസരത്തിൽ തന്നെ ബാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഫകാല സദഖ്ത, ഇപ്പോഴാണ് നിങ്ങൾ നേര് പറഞ്ഞത്. സുമ്മ മാ കാല ഫമാ ഫഅലത് ഉമ്മുക്ക്, ഉമ്മന്തായി? കാല തൂഫിയത്ത് ഖരീബൻ, കുറച്ച് മുമ്പ് വഫാത്തായി, 5-ാം വയസ്സിൽ അല്ല 6-ാം വയസ്സിൽ. കാല സദഖ്ത, അതും ശരിയാണ്. ഫർജി ബിബ്നി അഖീക ഇലാ ബിലാദി, ഉടനെ നാട്ടിലേക്ക് മടങ്ങണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അതിനപ്പുറം പോയാൽ ജൂതന്മാർ കാത്തിക്കുന്നുണ്ട്. എത്ര വരെ വേറെ ചെത്തെത്തി കാണുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ മണത്തറിഞ്ഞിട്ട് കുറച്ച് കൂട്ടർ ഇവിടത്തേക്ക് വന്നല്ലോ. ബഹിരൻ്റെ അടുവിടെ ഒരു കുട്ടിയെല്ലാം ഉണ്ടായിനി, എന്തോ സംഭവം നടന്നെന്ന് അറിയല്ലോ. തങ്ങളെ പതിയിൽ നിന്ന് പിടിക്കാനാ കാത്തിക്കുന്നു. അതിന് മുമ്പ് തന്നെ അയച്ചു. എന്നിട്ട് ബഹിര പറഞ്ഞു, നിങ്ങൾ വിചാരിച്ച ഒരു കാര്യം നടക്കൂല, അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ട്, റസൂലായി വരും, ഇത്ര കൊല്ലം ജീവിക്കും, ഇന്ന കാര്യങ്ങളൊക്കെ നടത്തും, ആ അവധി എത്തിയാലേ വഫാത്താവുള്ളൂ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇവിടെ നടത്താൻ പോകുന്നില്ല എന്നിട്ട് നമ്മുടെ കേച്ചു. പിന്നെ വഹദർ അലൈഹി യഹൂദ ലഇൻ റഅവഹു വഅറഫു മിൻഹു മാ അറഫ്തു ലതബ്ഗീനഹു ശർറാ, ഞാൻ അറിഞ്ഞതുപോലെ എങ്ങാനും ജൂതന്മാർക്ക് അറിഞ്ഞെങ്കിൽ അവർ ആക്രമിക്കാൻ തന്നെ ചെയ്യുന്നു. ഫഇന്നഹു കായിനുൻ ലിബ്നി അഖീക ഹാദാ ശഅ്നുൻ അളീം, നിങ്ങളുടെ സഹോദരൻ്റെ മകന് വമ്പിച്ച ഒരു ശഅ്നുണ്ടാകാൻ പോകുന്നു. നജിദുഹു ഫീ കുതുബിന, അതൊക്കെ നമ്മളെ കിതാബിൽ പറയപ്പെട്ടിട്ടുണ്ട്. വറബൈനഹു അൻ ആബാഇന, പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് ഇങ്ങനെ റിവായത്തും ചെയ്തു. വഅലം അന്നി ഖദ് അദ്ദൈതു ഇലൈക നസീഹ, അബൂ താലിബേ, ഒരു നല്ല ഗുണകാംക്ഷയുള്ള വാർത്തയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഉടനെ സ്വീകരിച്ചു കൊള്ളണം. അതുകൊണ്ട് ഫസ്നേമിഹി, ഒട്ടും വൈകാൻ പാടില്ല, പോയിക്കോ ഇലാ ബലദിഹി, നാട്ടിലേക്ക് എത്തിച്ചോന്നു. അവിടെ വെക്കാൻ തോന്നും.